الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. ഏറ്റവും ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സദാസമയങ്ങളിലും എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരു പെരുന്നാൾ ആഘോഷം ചില നിയന്ത്രണങ്ങളോടുകൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആഹ്ലാദങ്ങളുമൊക്കെ ആരാധനകളുമൊക്കെ നിർവഹിക്കേണ്ടതെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു പ്രസ്ഥാനമായി മാറുന്നത് എന്നുള്ളത് ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കപ്പെടുന്നിടത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനമായ ഒന്നാണ്. ആ വ്യക്തി ഉയർത്തിപ്പിടിച്ച ആദർശം ലോകത്തിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സദാസമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ 5 നേരവും അല്ലാതെയുമൊക്കെ പരാമർശിക്കപ്പെടുകയും ചെയ്യപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം ഉയർത്തിവിട്ട അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശവും അതിലേറെ അദ്ദേഹത്തിന് സമൂഹം കൊടുത്ത സ്വീകാര്യതയുമാണ്. ആ മഹാനായ മനുഷ്യൻ മറ്റാരുമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു കാലയളവ് നമുക്കറിയാം. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് ഇബ്രാഹിം നബിയുടെ ജനനം ഉണ്ടാകുന്നത്. ഫലസ്തീനും മക്കയും ഒന്ന് ഫലസ്തീനിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമായിരുന്നില്ല, എന്നാൽ ദുഃഖങ്ങളും മാത്രമായില്ല. സമ്മിശ്രമായ ഒരു ജീവിതം, സുഖദുഃഖങ്ങളുടെ സമ്മിശ്ര ജീവിതത്തിൻ്റെ ഒടുവിൽ തൻ്റെ വംശപരമ്പര നിലനിർത്താൻ തനിക്ക് അള്ളാഹു കരിഞ്ഞരുളിയ മകനെ ബലി കഴിപ്പിക്കണമെന്ന
ഒരു നിർദ്ദേശം വരുമ്പോൾ സത്യത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ഇടയിൽ കിട്ടിയ ഒരു വലിയ സന്തോഷം അതും ത്യജിക്കേണ്ടി വരുമല്ലോ എന്ന് ഒരു തോന്നൽ നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊക്കെ എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ജീവിതവും ആ ജീവിതത്തിന്റെ ഗംഭീരമായ ചരിത്രവും ഒക്കെ പഠിക്കുന്നിടത്ത് നാം നമ്മിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ട ചിന്ത. സന്തോഷവും സന്താപവും കടന്നു വരുമ്പോൾ ക്ഷമിക്കുക എന്നുള്ളത് വലിയൊരു പാഠമാണ്. വലിയ സന്തോഷങ്ങൾ വരുമ്പോഴും വലിയ ദുഃഖങ്ങൾ വരുമ്പോഴും ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സബർ എന്ന് പറയുന്ന വലിയൊരു ഗുണം ഈമാനിന്റെ ഭാഗമായിട്ടുള്ള അല്ലാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഗുണം, അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് പരിവർത്തിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ഇബ്രാഹിം നബി തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിതാവിനാൽ ബഹിഷ്കൃതനാകുന്നുണ്ട് ഇബ്രാഹിം നബി, നാട്ടുകാരാൽ ബഹിഷ്കൃതനാകുന്നുണ്ട്. ഇതിലെല്ലാക്കാൾ ഉപരിയായിക്കൊണ്ട് ഒരു ഭരണകൂടം തന്നെ ഒരു മനുഷ്യനെതിരെ തിരിയില്ല. ഒരു ഭരണകൂടം ഒരു മനുഷ്യനെതിരെ തിരിയില്ല, ഒരു വ്യക്തിക്കെതിരെ തിരിയില്ല. അവിടെ നിന്നൊക്കെ കരകയറിക്കൊണ്ട് ഒടുവിൽ രോഗാതുരമായൊരവസ്ഥയിലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് താങ്ങും തണലുമായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ മൂർത്തരൂപമാകുന്ന അള്ളാഹു പടച്ചവൻ, അവൻ മതി എനിക്ക് എന്നുള്ളത് ഹൃദയത്തോട് ചേർത്ത് പറയുന്ന രംഗം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പൊ മൗലാക്കും, അവനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, അവൻ മതി എനിക്ക്. ഫനിഅമൽ മൗല, അവനാണ് ഏറ്റവും എനിക്ക്, അവനാണ് രക്ഷാധികാരി എന്നുള്ളൊരു ബോധം എല്ലാ കാലത്തും കടന്നു വരുന്ന മനുഷ്യർക്ക് ഒരു മെസ്സേജ് ആയിക്കൊണ്ട്, ഒരു സന്ദേശമായിക്കൊണ്ട്. വനിഅമൽ നസീർ, എല്ലാ സഹായങ്ങളും അസ്തമിക്കുന്നിടത്ത്, എല്ലാവിധ വാതിലുകളും അടഞ്ഞു പോകുന്നിടത്ത്, എല്ലാവിധ വഴികളും തടസ്സമാകുന്നിടത്ത് വനിഅമൻ നസീർ, പടച്ചവനായ രക്ഷാധികാരിയായ അല്ലാഹുവിന്റെ എനിക്ക്, അവൻ എത്ര സുന്ദരനായ രക്ഷാധികാരിയാണെന്നുള്ള ഒരു സന്ദേശം ഇബ്രാഹിം നബി ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നമുക്ക് മുടികെ പിടിക്കാനുള്ള ഒരു വലിയൊരു സന്ദേശമാണ് തീർന്നത്. ഖുർആൻ പൂർവ്വകാല ചരിത്രത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു വരുന്നു. അതൊരു ചരിത്രാഖ്യാന ഗ്രന്ഥം പോലെ കേൾക്കാനും ആസ്വദിക്കാനും മാത്രമല്ല, അത് കൃത്യമായ രീതിയിൽ ഖുർആൻ നൽകുന്നൊരു മെസ്സേജ്. വകുല്ലു നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി, വിശുദ്ധ ഖുർആൻ നിനക്ക് വിവരിച്ചു തരുന്ന ദൈവദൂതന്മാരുടെ കഥകളൊക്കെയും ഖുർആനിൽ മൂസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ചരിത്രം പറയുന്നുണ്ട്, ഈസാ നബിയുടെ ചരിത്രം പറയുന്നുണ്ട്, യാക്കൂബിന്റെയും യൂനുസിന്റെയും സ്വാലിഹിന്റെയും ഒക്കെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രമൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ചരിത്ര അറിവിനേക്കാൾ അപ്പുറത്തേക്ക് വകുല്ലു നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക ഫീ ഹാദിഹിൽ ഹഖ് വമൗഇലത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകൾക്ക് സ്ഥൈര്യത്തോടുകൂടി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ധൈര്യത്തോടുകൂടി ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്തു നൽകുന്ന പാഠങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരിക. ഇപ്പൊ ചരിത്രം കേൾക്കുന്ന സമയത്ത്, ചരിത്രം ആവർത്തിക്കപ്പെടുന്ന സമയത്ത്, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന സമയത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ പിതാവിന്റെ ചരിത്രം ജീവിതത്തിൽ നമുക്ക് നൽകുന്ന പാഠം സ്ഥൈര്യത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഭൂമിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനോസന്ദേശമാണ്. നിന്റെ ഹൃദയത്തിന്റെ ധൈര്യത്തിന് മെസ്സേജാണ് ഖുർആൻ ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വെളിച്ചം വീശി തരുന്നത്. അപ്പൊ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ജീവിത കഥകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ ആരാണെന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ഒരു ചരിത്ര സംഭവമല്ലേ, അതൊക്കെ കാലങ്ങൾക്ക് മുമ്പ് നടന്നു പോയതല്ലേ എന്നുള്ള അവഗണനയോട് കൂടിയാണ് ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതെങ്കിൽ ഖുർആൻ പറഞ്ഞു വരുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു.
ആരാണ് ഇബ്രാഹിമിന്റെ വഴിയെ സ്വീകരിക്കാത്തവൻ, അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്? സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? നമ്മൾ കാലാകാലങ്ങളായി, വർഷങ്ങളായി ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആണ്ടോടാണ്ട് വരുന്ന സമയത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു, ഒരു മൃഗബലി കൊടുക്കുന്നു, പുതുവസ്ത്രം ധരിക്കുന്നു, വീടുകൾ സന്ദർശിക്കുന്നു, നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിനിടയിൽ എന്താണ് ഇബ്രാഹിമിന്റെ മാർഗമെന്ന് പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ എന്താണ് ഇബ്രാഹിം നബിയുടെ മാർഗത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യത്തെപ്പറ്റി നാം അജ്ഞരാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അവഗണിക്കുകയാണെങ്കിൽ, സ്വന്തം മനസ്സിനെ, സ്വന്തം ചിന്തയെ മൂഢനാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അറിയുന്നതനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മനസ്സിലാക്കുന്നിടത്ത് അപാകത വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ത്യജിക്കേണ്ടി വന്ന ജീവിതത്തിന്റെ വലിയ വലിയ നേട്ടങ്ങളെയും നാം അവഗണിക്കുകയാണെങ്കിൽ, ആ അവഗണിക്കുന്നവൻ മറ്റാരുമല്ല, അവൻ സ്വന്തം ചിന്തയെ, അവന്റെ ഹൃദയത്തെ മൂഢനാക്കിയവനാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. നേരെ മറിച്ച് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, ആ മാർഗത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, നമുക്കറിയാം ഇബ്രാഹിം നബിയുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ 3 മതവിഭാഗങ്ങളുടെ സ്വീകാര്യതയാണ് ഇബ്രാഹിം എപ്പോഴും സ്മരിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിലും ജൂതന്മാർക്കിടയിലും വിശിഷ്യ മുസ്ലിങ്ങൾക്കിടയിലും ഒരു വലിയ സമൂഹത്തിന്റെ ഇടയിലേക്ക്, ഒരു ഉമ്മത്തിന്റെ ഇടയിലേക്ക്, ഒരു വലിയ സൊസൈറ്റിയുടെ ഇടയിലേക്ക് എല്ലാ സമയങ്ങളിലും സ്മരിക്കപ്പെടുന്ന ഒരു പ്രവാചകനായിക്കൊണ്ട്, ഒരു വ്യക്തിയായിക്കൊണ്ട് ഇബ്രാഹിം നബി മാറിയത് മറ്റൊന്നുകൊണ്ടുമായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവുമായ ഹാജറയും മകനും ഇസ്മായിലും കടന്നുപോയ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു പിതാവ് ഉപേക്ഷിക്കപ്പെട്ടു പോയ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൊട്ടക്കുന്നിൽ മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങോട്ടാണ് മനുഷ്യ പോകുന്നതെന്ന് ചോദിച്ചപ്പോ, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ, എതിർവാക്ക് പറയാതെ യാത്ര അയച്ച ഒരു ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ രൂപം, അടിമയായ കറുത്ത വർഗത്തിന്റെ പ്രതിനിധിയായ ഒരു സ്ത്രീയുടെ രൂപം നമ്മുടെ മനസ്സിൽ വരും. ആ മക്കയുടെ മഞ്ഞിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മക്കാമ് ഇബ്രാഹിം കാണും നമ്മൾ. അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ നിറപ്പകിട്ടാർന്ന ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതോടൊപ്പം ഇബ്രാഹിം പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലയുടെ തിളക്കമാർന്ന ശബ്ദത്തിന്റെ, തിളക്കമാർന്ന ജീവിതത്തിന്റെ അരികുപറ്റി ജീവിച്ച സഹാബത്തിന്റെ ജീവിതം നമുക്ക് മുന്നിലേക്ക് കടന്നു വരും. കഅബ കാണുമ്പോ ആ കറുത്ത നിറത്തിലുള്ള ആ ഒരു കെട്ടിടം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് നമ്മളോട് അറിയാതെ വിളിച്ചു പോവുകയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. എനിക്ക് അള്ളയുണ്ട്, അള്ളാഹുവിൽ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല, ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു. ആരുടെ വിളിയാണ് പ്രിയപ്പെട്ടവരെ? നമ്മളെ സൗദിയിലെ രാജാവല്ല വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മണനാരുണ്യത്തിൽ മുഴങ്ങിക്കേട്ട ശബ്ദത്തെ അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ഇവിടെ കടന്നു ചെന്നിട്ട് മഖാമു ഇബ്രാഹിമിൽ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന, ഇസ്മായിലിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന, ഉമ്മ ഹാജറയുടെ നിറമുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞു തരുന്ന പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ പറ്റി പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയിലേക്ക് അറിയാതെ അടുത്തു പോവുകയാണ്. ആ അടുപ്പം ലോകത്തിലുള്ള മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്നത് ഖുർആൻ അതിന്റെ സൂചന, വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ. ആ മാർഗത്തെ പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾക്ക് ഉയർച്ചയെ ഉണ്ടാവുകയുള്ളൂ. ഇബ്രാഹിം നബിയെ ഉയർത്തിയത് ഖുർആൻ വിവരിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, അതിന് ശേഷം വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോക ജീവിതത്തിന്റെ ഘട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും, സജ്ജനങ്ങളുടെ കൂടെയായിരിക്കും ഇബ്രാഹിം. ആ ഇബ്രാഹിമിന്റെ മില്ലത്തും പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂടെയും ഈ ലോകത്ത്
അള്ളാഹു വലിയ ഉയർച്ച നൽകുന്ന ഒരു കാഴ്ചയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇബ്രാഹിമിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ആലോചിക്കുന്നത് എന്നാണ് ഖുർആന്റെ ചോദ്യം. ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ഇബ്രാഹിം മില്ലത്ത്, ഇസ്മായിലിലൂടെയും ഇസ്ഹാക്കിലൂടെയും പരമ്പര, ആ പരമ്പര അവസാനത്തെ പ്രവാചകനായ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലിലൂടെ എത്തുമ്പോൾ ഇതിൽ ഞാൻ തെരഞ്ഞെടുത്ത വഴി ഏതാണ്, ആ പ്രവാചകന്റെ ജീവിതത്തെ പറ്റി നാം മനസ്സിലാക്കുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ. നമ്മളൊക്കെ ഈ വംശപരമ്പരയിൽ നിന്ന് എത്തി അവസാനത്തെ കണ്ണിയായി നിലനിൽക്കുമ്പോൾ നമ്മളെയൊക്കെ തെരഞ്ഞെടുത്ത ആളുകളാണ് ഖുർആൻ പറഞ്ഞിരുന്നു. എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത ആളുകളാണ്. ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ് നമ്മൾ. ഇനി നമ്മുടെ ദൗത്യം എന്താണ്? ഇബ്രാഹിം നബി ലോകത്തോട് വിളിച്ചു പറഞ്ഞ, മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദർശത്തിന്റെ ആ വഴിയിലേക്ക്, ആദർശം പ്രചരണത്തിലേക്ക്, ദഅവത്തിലേക്ക്, നന്മ പ്രവർത്തിക്കുന്നതിലേക്ക് മുന്നിട്ടിറങ്ങേണ്ടവരാണ്. കാരണം നമ്മൾ ആ ടീമിലേക്ക് എടുക്കപ്പെട്ടവരാണ്. ഇബ്രാഹിം നബിയുടെ, ഇസ്മായിലിന്റെ, യാക്കൂബിന്റെ, ഈസയുടെ, യൂനുസിന്റെ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആ വഴിയിൽ നിന്ന് സഞ്ചരിച്ചു വന്നവരാണ് നമ്മൾ. നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, സെലക്ട് ചെയ്യപ്പെട്ടവരാണ്. പൂമ്പാറ്റകൾക്ക് ചിറക് കൊടുക്കുന്നത് നമ്മൾ കാണും. പൂമ്പാറ്റയുടെ ദൗത്യം എന്താ? പൂമ്പാറ്റകൾക്ക് ചിറകെടുക്കുമ്പോൾ പൂമ്പാറ്റയുടെ ദൗത്യം പൂമ്പാറ്റ പറന്നു പോവുക എന്നുള്ളതാണ്. പൂവുകളിൽ നിന്ന് പൂവുകളിലേക്ക് അതിന്റെ പ്രാണനം പിടിച്ചുകൊണ്ട് പറന്നുപോയി പ്രജനനം നടത്തുക എന്നുള്ളതാണ് പൂമ്പാറ്റയുടെ ദൗത്യം. മനുഷ്യരായ നമ്മൾക്ക് മാർഗദർശനമായ ഒരു വിശുദ്ധ ഖുർആനും ആ ഖുർആന്റെ ജീവിതത്തിന്റെ എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ദൗത്യത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഉത്കൃഷ്ടമായ ഒരു സമൂഹത്തെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. ഉത്തമമായ ഒരു സമുദായമാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഉത്തമമായ സമുദായമാക്കിയത്? വൽതകും മിൻകും ഉമ്മത്തും യദ്ഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ എന്ത് ചെയ്യണം? വൽതകും മിൻകും ഉമ്മത്തും, നിങ്ങൾ സാക്ഷികളാകണം, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാകണം. അത് മാത്രമല്ല സദാചാരം കൽപ്പിക്കുകയും ചെയ്യുന്നവരാകണം. നന്മയും സദാചാരവും എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അത്ഭുതം, എന്ത് നന്മ, എന്ത് സദാചാരം? ലോകത്തിന്റെ അവസ്ഥ ഏതാണ്? നന്മകൾ വറ്റിപ്പോകുന്നിടത്ത്, സദാചാരം എന്ന് പറയുന്നത് എഴുത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നിടത്ത് അതിനെ ഉയർത്തിപ്പിടിക്കേണ്ടത്, ആ മൂല്യത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കാരണം കുന്തു ഖൈറ ഉമ്മ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏറ്റവും നല്ല ഉത്തമ സമുദായമാണ്. ഇബ്രാഹിം നബിയിലൂടെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹിയിലൂടെ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തന്ന ഒരു റോൾ മോഡലാണ് നിങ്ങളെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന അവസ്ഥയിൽ ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. നമ്മൾ ഈ ലോകത്തോട് പ്രഖ്യാപിക്കണം, ഞാൻ അല്ലാഹുവിലാണ്, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവരിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാനിതാ നിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ എന്നുള്ള പ്രഖ്യാപനം. ഒന്ന്, ഈ ജീവിതത്തിന്റെ അവസാനം ഒരു പരലോക ജീവിതമുണ്ടെന്നും ആ പരലോക ജീവിതത്തിന് നിദാനമാകുന്ന പ്രവൃത്തികൾ ഈ ദുനിയാവിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ള സന്ദേശം. അത് നന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയും അത് നമ്മൾ കൽപ്പിക്കുകയും അത് നമ്മൾ ആചരിക്കുകയും ചെയ്യപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമിന്റെ വഴിയിൽ നിന്ന് നാം നമ്മുടെ പ്രചാരണം ആരംഭിക്കുമ്പോൾ നമ്മൾ ഖുർആൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം മതം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ ദഅവത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടവരായി മാറുകയാണ്. വൽതകും മിൻകും, നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം, നിർബന്ധമാണ്. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അങ്ങനെ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം മില്ലത്തിന്റെ ദൗത്യവും ഗുണവും ശ്രേഷ്ഠതയും കളഞ്ഞു കുളിക്കാതെ അതിനെ എന്നും കയ്യോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് ഹുവ സമ്മാക്കും മുസ്ലിമീൻ, മുസ്ലിങ്ങളെന്ന്, അള്ളാഹുവിന് കീഴൊതുങ്ങിയവരെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ആളുകൾ.
ആ ഖുർആൻ വിശേഷിപ്പിച്ച ആളുകളാണോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, വജാഹിദു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ ഇഷ്ടിക്കുന്ന പ്രകാരം, ആ മുറപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യുക. വാളെടുത്ത് ജിഹാദ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ ആരോഗ്യം കൊണ്ട്, നിങ്ങളുടെ സമയം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധങ്ങൾ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ സഹാബത്തിനോട് പറയുമായിരുന്നുവത്രേ, സഹാബത്തെ നിങ്ങൾ വലിയ ജിഹാദിന് വേണ്ടി ഒരുങ്ങുക. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലേ, ഇനി എന്ത് ജിഹാദാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് ചെയ്യേണ്ട ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. സായുധ ജിഹാദിനേക്കാൾ അപ്പുറം, ആയുധമെടുത്ത് പോരാടുന്നതിനേക്കാൾ അപ്പുറം തന്റെ സ്വന്തം ഇച്ഛകൾക്കെതിരെ ജിഹാദ് ചെയ്യുന്നവരായി മാറാൻ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ഈ ഒരു സുദിനത്തിൽ, ഈ ഒരു ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മൾ ഒന്നുകൂടി പുതുക്കിയെടുക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് രക്ഷാധികാരിയായ വനിഅമൽ വക്കീൽ, ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് പ്രയാസങ്ങളിൽ നിന്നും, ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കാൻ അള്ളാഹുണ്ട്. വനിഅമൽ വക്കീൽ, അവനാണ് ഞങ്ങളുടെ എല്ലാം ആർപ്പിക്കുന്നത്, അവനിലാണ് ഞങ്ങളെല്ലാം തരത്തിലും സമർപ്പിക്കുന്നത് എന്നുള്ള ബോധം, ആ ബോധം നമ്മുടെ മനസ്സിൽ ഏത് പ്രശ്നങ്ങളിൽ നിന്നും, ഏത് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് കരുത്താകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. റഹ്മാനായ നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയും നീ സ്വീകരിച്ചു തരുമാറാകണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യാനുള്ള ഈമാനിന്റെ കരുത്ത് ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ശരീരത്തിന്, ഞങ്ങളുടെ ഹൃദയത്തിന് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് പ്രയാസപ്പെടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തമ്പുരാനെ, അവരുടെ പ്രയാസങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഖബറുകളിൽ കഴിയുന്നവരുണ്ട് തമ്പുരാനെ, ഖബറിന് വിശാലത നൽകി അനുഗ്രഹിക്കണേ നാഥ. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ, ജനങ്ങളുമായി ഇടപഴകാൻ കഴിയാതെ, രോഗാതുരമായി കഴിയുന്ന വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നവരുണ്ട് തമ്പുരാനെ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി, മനസ്സിന് ആശ്വാദം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങൾക്ക് താണും തണലുമായ ഞങ്ങളുടെ രക്ഷിതാക്കൾ, ഉമ്മയുണ്ട്, അതിൽ വാപ്പയുണ്ട് റഹ്മാനെ. അവരുടെ മനപ്രയാസങ്ങൾക്ക് പരിഹാരം കാണണേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും ഭദ്രതയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രതീക്ഷയാകുന്ന മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ തമ്മിൽ മനസ്സിണക്കമുള്ളവരാക്കി നാഥ മാറ്റണേ ഞങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിണക്കമുള്ളവരാക്കി മാറ്റണേ നാഥ. ഖൈറു ഉമ്മ എന്നുള്ള ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥൈര്യം തന്ന് അനുഗ്രഹിക്കണേ നാഥ. ധൈര്യം തന്ന് അനുഗ്രഹിക്കണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم احيانا بالكتاب والسنه وامتنا ايمان بالتوبه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.